നമസ്കാരം. രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും അപ്പുറം ഒരു നാടിന്റെ കണ്ണീരൊപ്പുന്ന വികസന മാതൃകയുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് മണ്ഡലത്തിലെ ഭവനരഹിതർക്കായി അദ്ദേഹം വിഭാവനം ചെയ്ത സ്മൈൽ പദ്ധതിയിലെ മൂന്നാമത്തെ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. മൂന്നാമത്തെ വീട് പാലക്കാട് നിറയുന്ന പുഞ്ചിരി എന്ന ഹൃദ്യമായ കുറിപ്പോടെ രാഹുൽ തന്നെ ആ സന്തോഷ വാർത്ത പങ്കുവയ്ക്കുകയായിരുന്നു. ജനകീയ പങ്കാളിത്തത്തോടെ ഒരു MLA നടപ്പിലാക്കുന്ന ഈ വീട് നിർമ്മാണ പദ്ധതിയെ കുറിച്ചുള്ള പ്രത്യേക വാർത്താ വിശകലനത്തിലേക്ക് സ്വാഗതം. ഇത് വെറുമൊരു വീടല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ്. പാലക്കാട് MLA ആയി ചുമതലയേറ്റ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു. സർക്കാർ ഫണ്ടുകൾക്ക് കാത്തു നിൽക്കാതെ സുമനസ്സുകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഈ വീടുകൾ പണിതുയർന്നത്. ഇതിനോടകം 2 വീടുകൾ പൂർത്തിയാക്കി. കൈമാറിയ പദ്ധതിയിലെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽ ദാനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ആ വീടിന്റെ മുറ്റത്ത് വിരിഞ്ഞ പുഞ്ചിരിയാണ് രാഹുൽ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. സാധാരണഗതിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണിത്. ഏറ്റവും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട് പൂർത്തിയാക്കുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ച വികസന മാതൃകകൾക്ക് രാഹുൽ നൽകുന്ന തുടർച്ചയും ഇതിന് കാണാം. ഓരോ മാസവും അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതാണ് ലക്ഷ്യം. ഞങ്ങൾക്കിതൊരു സ്വപ്നം പോലെയാണ്. വീട് ലഭിച്ച കുടുംബത്തിന്റെ വാക്കുകൾ ഇതാണ്. കേവലം രാഷ്ട്രീയം പറയുന്നതിനപ്പുറം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയുടെ മുഖമാണ് ഇവിടെ തെളിയുന്നത്. ജയിൽ മോചനത്തിന് ശേഷം മണ്ഡലത്തിൽ തിരികെ എത്തിയ രാഹുൽ നേരിട്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത് അണികൾക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. നിയമപരമായ പോരാട്ടങ്ങൾക്കിടയിലും വികസന പ്രവർത്തനങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ രാഹുലിന് കഴിയുന്നുണ്ട്. തീർച്ചയായും എന്നാണ് സ്മൈൽ പദ്ധതിയുടെ 3ാം ഘട്ടം തെളിയിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾക്ക് വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് രാഹുൽ മറുപടി നൽകുന്നത്. പാലക്കാട്ടെ വോട്ടർമാർ നൽകിയ വിശ്വാസത്തിന് ഈ പുഞ്ചിരിയിലൂടെ അദ്ദേഹം പകരം നൽകുന്നു. പാലക്കാട് നിറയുന്ന പുഞ്ചിരി ഇത് കേവലം ഒരു ഹാഷ്ടാഗ് മാത്രമല്ല, പാവപ്പെട്ടവന്റെ തലചായ്ക്കാൻ ഒരിടമൊരുക്കുന്ന വലിയൊരു ദൗത്യത്തിന്റെ പേരാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വീടുകൾ ഈ പദ്ധതിയിലൂടെ പൂർത്തിയാക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന ഉറപ്പ്. നിരവധി പേരാണ് ഇതിന് കമന്റുകളായി പങ്കുവച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട്. അത് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ പുണ്യം രാഹുലിന് എന്നും ഉണ്ടാകും. ആരും ആഗ്രഹിച്ചു പോകും ഇതുപോലൊരു ജനപ്രതിനിധിയെ കിട്ടാൻ. മണ്ഡലത്തിലെ എക്കാലത്തെയും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച പാലക്കാട് മണ്ഡലക്കാർക്ക് അഭിമാനിക്കാം. താങ്കൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അന്തം കമ്മികളും സംഘികളും ദേഷ്യം കൊണ്ട് മുറ്റത്തിന് ചുറ്റും ഓടുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1.5 വർഷം മാത്രം MLA ആയിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ വീടുകൾ നൽകി ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് വലിയ കാര്യമാണ്. വീടില്ലാത്തവർക്കാണ് ഒരു വീടിന്റെ വില ശരിക്കും അറിയുക. ഇത് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ്. നെഗറ്റീവ് കമന്റുകൾ ഒന്നും ശ്രദ്ധിക്കേണ്ട. സാധാരണ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള നേതാവാണ് താങ്കൾ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ശത്രുക്കൾക്ക് കൊത്തിവലിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. നിന്നെ മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് കണ്ണില്ലാതെ പോയി. വലിയ വലിയ തെറ്റു ചെയ്ത കേമന്മാരാണ് നിന്നെ നോക്കി കളിയാക്കുന്നത്. അന്തി ഉറങ്ങാൻ സ്വന്തമായി ഒരു വീടില്ലാത്തവരുടെ ദുഃഖവും നിസ്സഹായാവസ്ഥയും നന്നായി അറിയാം. അത്തരം സാഹചര്യങ്ങളിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയും അതിലൊരു കൊച്ചു വീട് ലഭിക്കുമ്പോൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷമായിരിക്കും. പുതിയൊരു ജീവിതയാത്രയ്ക്ക് ഈ ചെറിയ കുടുംബത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒപ്പം രാഹുലിന് 1000 അഭിനന്ദനങ്ങൾ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ.